ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. കസ്റ്റമർ പറഞ്ഞു തന്ന പോലെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ലൈറ്റ് ഷെയ്ഡായ ഈ ക്രിസ്റ്റൽ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ്, 2 ടൈപ്പ് ഗോൾഡൻ്റെ ബീഡ് എടുക്കുന്നുണ്ട്, പിന്നെ ക്യാപ്പ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. ഗിയർ വയർ എടുത്തിട്ടുണ്ട്. സാധാരണ ചെയ്യണ പോലെ തന്നെ ഗിയർ ലോക്ക്, സൈഡ് റിങ്, ഇതിനുള്ളിൽ കൂടെ എടുത്തിട്ട് ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഗോൾഡൻ്റെ ബീഡ് ഇടാം. ചെറുതാണ് ഇടുന്നത്. അതിനുശേഷം അതിൻ്റെ വലിയ ബീഡ് കൊടുക്കാം. വീണ്ടും ചെറുതന്നെ കോർത്തെടുക്കാം. കൂടുതലായി വരുന്ന ഗിയർ വയറിൻ്റെ ഉള്ളിൽ കൂടെ, ഗിയർ വയർ ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. ഇനി ക്യാപ്പാണ് ഇടുന്നത്, ബീഡ് ക്യാപ്പ്. അതിനുശേഷം ക്രിസ്റ്റൽ ബീഡ്, വീണ്ടും ബീഡ് ക്യാപ്പ് ഇടുക. വീണ്ടും ക്യാപ്പ്, ക്രിസ്റ്റൽ ബീഡ്, ക്യാപ്പ്, ഇങ്ങനെ ഒരു 4 കോർത്തെടുക്കാം. 4 ക്രിസ്റ്റൽ ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഗോൾഡൻ്റെ ബീഡ് ആദ്യം ഇട്ട പോലെ തന്നെ കോർത്തെടുക്കാം. വീണ്ടും ക്രിസ്റ്റൽ ബീഡ്സും ക്യാപ്പും കൂടിയിട്ട് ഇടാം. ഇത് ഇങ്ങനെ ആവശ്യത്തിന് കോർത്തെടുക്കാം. ആവശ്യത്തിന് നീളത്തിൽ കോർത്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക് ബീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ സൈക്കിൾ ലോക്ക്, ഈ ഹുക്കാണ് ഈ ബ്രേസ്ലെറ്റിന് കോർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഹുക്കാണ് ബ്രേസ്ലെറ്റിനും പാദസരത്തിനും ഒക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് കുറച്ചുകൂടി നല്ലത്. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഊരി വയ്ക്കാനൊക്കെ എളുപ്പം ഇതായിരിക്കും. ഈ പാദസരത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതൊക്കെ ഇങ്ങനെ കൊളുത്തോളമൊക്കെ ഇങ്ങനെ എപ്പോഴും അകത്തുമ്പോൾ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതാണ് പാദസരത്തിനും ബ്രേസ്ലെറ്റിനും ഒക്കെ എല്ലാവർക്കും കസ്റ്റമർക്കൊക്കെ ചെയ്തു കൊടുക്കാറുള്ളത്.
ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹുക്കൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാവുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. മറ്റേതൊക്കെ ഇങ്ങനെ അകത്തുമ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.